പുതുയുഗ കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപനം. ഭരണ സംവിധാനത്തിൽ സുതാര്യത ഉറപ്പാക്കും, വളർച്ചയും സമത്വവും ഉറപ്പുവരുത്തുമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും പ്രഖ്യാപനമുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയും അടക്കമുള്ള ക്ഷേമ പദ്ധതികളും പ്രഖ്യാപനങ്ങളും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിലെ മുഴുവൻ ഭാഗവും ഗവർണർ വായിച്ചു. My government envisions the creation of Puthuyuga Keralam, a new age Kerala that combines economic growth with social justice, modern infrastructure with environmental responsibility, technological progress with human compassion, and opportunity with equality. My government firmly believes that development must touch the lives of ordinary people. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ആദ്യം തന്നെ ഈ വന്ദേമാതരം ആലപിച്ചതോടുകൂടി തന്നെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. അതും മുഴുവനായി തന്നെ ആലപിക്കണമെന്ന് ലോക്ഭവന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നിരുന്നാലും പകുതി വായിച്ചുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങളില്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ ഇടം പിടിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള ക്ഷേമ പദ്ധതികളാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രധാനമായും ഇടം പിടിച്ചത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും പുതിയ പ്രഖ്യാപനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലുമൊക്കെ ഊന്നിയുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നിയമസഭയിൽ വി.ഡി. സതീശൻ സർക്കാരിൻ്റെതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്ലെങ്കിൽ നടത്തിയത്. ഏതായാലും നേരത്തെ ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ് ഈ സഭാ നടപടികൾ തുടങ്ങിയത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സഭാ നടപടികൾ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് തുടങ്ങുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നിയമസഭയിൽ സാധാരണ ദേശീയ ഗാനമാണ് ആലപിക്കുന്നത്. അതായത് ഒരു സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തുടങ്ങുന്ന ദിവസം ദേശീയഗാനത്തോടെ അത് ആരംഭിക്കുകയും ദേശീയഗാനത്തോടെ ആ സഭാ സമ്മേളനം അവസാനിക്കുകയും ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ സാധാരണ നിലയിൽ ഗവർണറുടെ പരിപാടികളിൽ പുറത്തിപ്പോൾ ദേശീയഗാനത്തിനൊപ്പം തന്നെ വന്ദേമാതരവും ആലപിക്കുന്നുണ്ട്. ഏതായാലും നിയമസഭയിൽ അതൊരു പുതിയ പതിവാണ്. ഏതായാലും നിയമസഭയിൽ ഈ വന്ദേമാതരം ആലപിച്ച ഘട്ടത്തിൽ അത് പൂർണ്ണമായും ആലപിക്കണം എന്നൊരു നിർദ്ദേശം ലോക്ഭവനിൽ നിന്ന് സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ വിവാദ ഭാഗങ്ങളൊക്കെ വന്നത് മറ്റ് പ്രതിപക്ഷമടക്കം വിവാദമാക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വായിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം സർക്കാർ സ്പീക്കർക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവനും നയപ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ഗവർണറുടെ പ്രഖ്യാപനത്തിന് മുമ്പ് ഉള്ള വന്ദേമാതരത്തിൽ ഉൾപ്പെടുത്തിയില്ല. ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് പോലീസ് ബാൻഡ് വായിച്ചത്. അവസാനത്തും ഈ സഭാ സമ്മേളനം അവസാനിച്ച് ഗവർണർ പോകുമ്പോഴും വന്ദേമാതരം ആലപിച്ചു. അപ്പോഴും വളരെ കുറച്ച് ഭാഗം മാത്രം വായിച്ച ശേഷം പിന്നീട് ദേശീയഗാനം വായിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും അതൊരു വിവാദമായി ഇപ്പോൾ ബി.ജെ.പി. അടക്കം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനി നയപ്രഖ്യാപനത്തിലേക്ക് വരികയാണെങ്കിൽ നയപ്രഖ്യാപനത്തിൽ പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളിൽ മന്ത്രിസഭാ യോഗം പ്രഖ്യാപനം നടത്തിയിരുന്നു. ഒന്ന് വയോജന വകുപ്പ്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര. ഇക്കാര്യങ്ങളിൽ ഉടൻ നടപ്പാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ബാക്കിയായിട്ടുള്ള മറ്റു പ്രഖ്യാപനങ്ങൾ കൂടി നടത്തി എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഉള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അത് നടപ്പാക്കുമെന്ന് ഈ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ പ്രതിമാസ സഹായം, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അടക്കം ഉള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ ഇടം പിടിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ വിവിധ മേഖലകളിലേക്ക് ഊന്നിയുള്ള അല്ലെങ്കിൽ ആ വിവിധ മേഖലകളിലേക്ക് പോയിക്കൊണ്ടുള്ളൊരു പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ, അത് ഈ ലഹരിക്കെതിരെ പ്രഖ്യാപിച്ച നടപടിയാണ്. അതിൽ 0 ടോളറൻസ് ആയിരിക്കും ലഹരിക്കെതിരെ എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ലഹരി കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടുമെന്നുള്ളൊരു പ്രഖ്യാപനം അതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള
ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി, ഏത് കുറ്റകൃത്യമായാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. ഏതായാലും ഈ നയപ്രഖ്യാപനം തുടങ്ങിയത് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് പുതുയുഗ കേരളം ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഈ വാക്ക് പറയുന്നു. അതുപോലെ തന്നെ ഈ സുതാര്യമായൊരു ഭരണം ഉറപ്പാക്കുമെന്ന് കൂടി ഈ പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അതേസമയം സാധാരണ നിലയിൽ കേന്ദ്ര വിഹിതത്തിനെയൊക്കെ ചൊല്ലി കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തൊക്കെ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഇത് സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനമായ സാഹചര്യത്തിലായിരിക്കാം കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങളില്ലാത്തത്. കാരണം ഈ സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഇനി ഈ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് വരാനിരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ ബജറ്റിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്നതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിവിധ മേഖലകളിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പോലീസിനെ നവീകരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം, പോലീസിനെ കൂടുതൽ ജനസൗഹൃദമാക്കും. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ മുൻഗണന നൽകും, അവിടെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കും, മെഡിക്കൽ കോളേജുകളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. വയോജനങ്ങൾ, നമുക്ക് പറഞ്ഞതുപോലെ വയോജന പരിപാലനം, വയോജന വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ LDF സർക്കാർ നടപ്പാക്കിയിരുന്ന വയോമിത്രം പദ്ധതി അത് പഞ്ചായത്ത് തലത്തിലേക്ക് കൂടി നടപ്പാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമുണ്ട്. അതുപോലെ തന്നെ IT മിഷനെ ഡിജിറ്റലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമികൾ, അതിനുവേണ്ടി ഒരു ലാൻഡ് ബാങ്ക് തയ്യാറാക്കി ആ ബാങ്കിൽ നിന്ന് അതിൽ നിന്ന് വരുമാനം, അത് ഈ സ്വകാര്യ മേഖലയ്ക്ക് അടക്കം കൊടുത്തുകൊണ്ടൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നടപടികൾ നടപ്പാക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും +1 സീറ്റുകൾ ജില്ലാതലത്തിൽ കൂട്ടുമെന്നുള്ളൊരു പ്രഖ്യാപനമുണ്ട്. നമുക്കറിയാവുന്ന പോലെ വിദ്യാർത്ഥികൾ ഒരുപാട് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട് പഠിക്കാനും മറ്റും. അത് ഒഴിവാക്കാനായി കൂടുതൽ മികച്ച സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്ന് കൂടി പ്രഖ്യാപിക്കുന്നുണ്ട് ഈ നയപ്രഖ്യാപനത്തിൽ. അതുപോലെ തന്നെ മത്സ്യമേഖലയ്ക്ക്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, കാർഷിക മേഖലയ്ക്കൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങളുമുണ്ട്. സ്ത്രീ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യം നൽകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ. അത് തടയാനായി വനമേഖലയും സ്വകാര്യ ഭൂമിയും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കും, മനുഷ്യമൃഗ സംഘർഷങ്ങൾ കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. വന്യമൃഗങ്ങളുടെ കണക്കെടുക്കും, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൈദ്യുതി മേഖലയിൽ സൗരോർജ്ജത്തിന് മുൻഗണന കൂടുതൽ നൽകും, ബാറ്ററി ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും, കൈവശ ഭൂമിക്ക് പട്ടയങ്ങൾ നൽകും, ഇതിനായി നിയമനിർമ്മാണം നടത്തും എന്നുള്ളൊരു കാര്യവും കൂടി ഇതിൻ്റെ ഭാഗമായുണ്ട്. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. അതുപോലെ തന്നെ വഖഫ് ബോർഡിനെ പരിഷ്കരിക്കുമെന്ന് കൂടി ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയ്ക്കും പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. അത് സിനിമാ നയമാണ്. നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒരു സിനിമാ നയം സർക്കാർ നടപ്പാക്കുമെന്ന് LDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ആ സിനിമാ നയം നടപ്പാക്കുമെന്നുള്ളതാണ്. സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ IFFK ഒക്കെ മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ദിരാഗാന്ധിയിലെ പ്രഖ്യാപനങ്ങൾക്ക് പുറമെ ഈ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി നൽകുമെന്ന് കൂടി ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നഷ്ടമാകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പകരം ക്ലാസ്സുകൾ അവർക്ക് വീക്കെൻഡുകളിൽ അല്ല ഈ ആഴ്ച അവസാനത്തിൽ നൽകുമെന്ന് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാധാരണ ഇപ്പോൾ ഈ സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് മാത്രമാണ് പ്രസവ അവധി ലഭിക്കുന്നത്. ഇത് അസംഘടിത മേഖലയിൽ കൂടി നടപ്പാക്കും. 6 മാസം വരെ പ്രസവാവധി നൽകുമെന്നുള്ളതാണ് ഒരു പ്രഖ്യാപനം. അതുപോലെ തന്നെ നേരത്തെ മുതലുള്ള ഒരു നിയമമാണ് ഈ 50-ന് മുകളിൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഡേ കെയർ സംവിധാനം നടപ്പാക്കുമെന്ന് കൂടി ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഏതായാലും നിരവധി പ്രഖ്യാപനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നയപ്രഖ്യാപനമാണ് VD സതീശൻ സർക്കാർ നടപ്പാക്കിയത്. സർക്കാർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് ഈ സാമ്പത്തിക മേഖലയിൽ കൂടുതൽ ഭദ്രത ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും മറ്റ് വയോജനങ്ങളുടെയും ഒക്കെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുള്ള അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒക്കെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിൽ പ്രധാനമായും നടത്തിയിരിക്കുന്നത്.
ശരി, എന്തായാലും പുതുയുഗ കേരള സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന വി.ഡി. സതീശിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണ സംവിധാനത്തിൽ സുതാര്യത ഉറപ്പാക്കുമെന്നും വളർച്ചയും സമത്വവും ഉറപ്പുവരുത്തുമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയും അടക്കമുള്ള ക്ഷേമ പദ്ധതികളും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.